എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരം നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാൻ പോവുകയാണ്. ഈ തിരുവചന വേദഭാഗം, ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. ആമേൻ. അതിനാധാരമായി നമുക്കൊരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ വാതിലാക്കുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ സമയം നാം വായിച്ചു കേട്ടത്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു. പക്ഷേ യേശുവിൻ്റെ യഥാർത്ഥമായ കർത്താവിൽ കൂടെയുള്ള രക്ഷണ പദ്ധതിയും ജനം മനസ്സിലാകാതെ പോകുകയാണ്. വലിയ അത്ഭുതങ്ങളൊക്കെ കർത്താവ് ആ പ്രദേശങ്ങളിൽ ചെയ്യുന്നു. ഗലീലയിലും യഹൂദയിലും അങ്ങനെ ആ കാലത്തെ പട്ടണങ്ങളിലൊക്കെ അനേകം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. എന്നാൽ യേശുവിൻ്റെ വരവിൻ്റെയും യേശുവിൻ്റെ പദ്ധതികളെയും കുറിച്ച് മനസ്സിലാക്കാതെ ജനം മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ, കുരുടർക്ക് കാഴ്ച കൊടുത്തിട്ടും സർവ്വാധരോഗികളെ സൗഖ്യമാക്കിയിട്ടും അനേകം ഭൂതം പിടിച്ചവരെ വിടുവിച്ചിട്ടും യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് അനേകർ വരാതെ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. യേശുവിനെ അംഗീകരിക്കാതെ, തൻ്റെ വചനത്തെ പ്രമാണിക്കാതെ, തൻ്റെ വിശ്വാസത്തെ അനുസരിക്കാതെ മാറി നിൽക്കുമ്പോൾ യേശു യഹൂദ ജനത്തെ നോക്കി പറയുകയാണ്, ഞാൻ വാതിൽ ആകുന്നു. അന്നത്തെ യഹൂദന്മാരുടെ ജോലി എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ ആട്, മാട്, ഒട്ടകം, കഴുത ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ടായിരുന്നു യഹൂദന്മാരുടെ ഉപജീവനം കഴിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആട്, ആട്ടിൻ തൊഴുത്ത്, ആട്ടിൻകൂട്, വാതിൽ എന്നൊക്കെ യേശു സംസാരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ഇവിടെ പറയുന്നു 10-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്കിൽ, ഞാൻ വാതിൽ ആകുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക്, സ്വർഗീയമായ അർഹതയ്ക്ക്, വീണ്ടെടുപ്പിന് വേണ്ടി, പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഒക്കെ ആമേൻ ഉതകുന്ന ഒരു ദൈവമാണ് ക്രിസ്തുവെന്ന ദൈവം. ആ ദൈവത്തിൽ കൂടെ മാത്രമേ രക്ഷണ പദ്ധതി പ്രാവർത്തികമാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ജനം മനസ്സിലാക്കാതെ വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ വാതിൽ ആകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആമേൻ. എന്നാൽ വീണ്ടും പറയുന്നു, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും അവൻ മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. യേശുക്രിസ്തുവിടെ നിത്യമായ ഒരു രക്ഷ, ഒരു അനുഗ്രഹം, ഒരു സമാധാനം, ഇതെല്ലാം യേശുക്രിസ്തുവിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. യേശുക്രിസ്തു അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും യേശുവിനെ ഇതുവരെയും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ പ്രാരംഭം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയിട്ടും അവൻ്റെ അപ്പയമ്മന്മാർ അത് അംഗീകരിക്കുന്നില്ല. യഹൂദന്മാരെ ഭയപ്പെട്ടിട്ട് പള്ളി ഭ്രഷ്ടരാക്കും എന്നുള്ള ഭയത്തിന്റെ പിറകിലാണ് യേശുവിനെ അംഗീകരിക്കാതെ പോകുന്നത്. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന സ്നേഹിത, യേശുവിനെ അംഗീകരിക്കാതെ പോകുന്നത് എന്തിൻ്റെ ഭയത്തിലാണ്? കുടുംബത്തിന്റെ ഭയത്തിലാണോ? സമൂഹത്തിന്റെ ഭയത്തിലാണോ? വ്യക്തിപരമായിട്ടുള്ള ചില സാഹചര്യത്തിന്റെ ഭയത്തിലാണോ? എന്തായിരുന്നാലും ഈ ദൂത് കേൾക്കുമ്പോൾ ഭയത്തെ മാറി ഏകവാതിലാകുന്ന ക്രിസ്തുവിലേക്ക് കടന്നു വരിക. ഇവിടെ വചനം പറയുന്നു, അവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഒരു അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ വാതിൽ. ഇവിടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വാതിൽ എന്ന വിഷയമാകുന്നു. ഈ പകൽ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്ന, ഈ സമയം ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുന്ന ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അടയപ്പെട്ട വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുന്നു.
ജോലിയുടെ അടയപ്പെട്ട വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുന്നു. നന്മയുടെ അടയ്ക്കപ്പെട്ട വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുന്നു. വിവാഹത്തിൻ്റെ അടയ്ക്കപ്പെട്ട വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുന്നു. ശുശ്രൂഷയുടെ അടയ്ക്കപ്പെട്ട വാതിൽ ഈ സമയം നിനക്കായി തുറക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വചനം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം പറയട്ടെ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലം, ഈ രാത്രിയിൽ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് സമയമാണോ ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം പറയുകയാണ്: ആമേൻ. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ നാമത്തെ പിടിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ നാമം ഉപേക്ഷിക്കാത്തത് കൊണ്ട് ആർക്കും അടച്ചുകൂടാത്ത ഒരു പുതിയ വാതിൽ, അനുഗ്രഹത്തിൻ്റെ വാതിൽ, നന്മയുടെ വാതിൽ എൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. നാളുകളായി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ തിരുവചനം പിടിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതെ വിശ്വാസത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഭവനമേ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഈ സമയം പറയുന്നു: ആർക്കും അടച്ചുകൂടാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു നന്മയുടെ, ഒരു വിടുതലിൻ്റെ വാതിൽ ഈ ദിവസം നീ അനുഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ വാതിൽ ആക്കുന്നു എന്ന് യേശു പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ചേർത്ത് പറയട്ടെ: ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആർക്കും അടച്ചുകൂടാത്തൊരു വാതിൽ. ഒരു മന്ത്രവാദിക്കും ഒരു ശകുനവാദിക്കും ആർക്കും അടച്ചുകൂടാ ദൈവം തുറക്കുന്ന വാതിൽ. മനോഹരമേറിയ ഒരു ഭാവി, മനോഹരമേറിയ ഒരു ശുശ്രൂഷ, മനോഹരമേറിയ ഒരു യാത്ര, ആർക്കും അടക്കാത്ത ചില വഴികൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടുകയാണ്. ആമേൻ. ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ചില വാതിലുകൾ ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട്. ആമേൻ. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ താഴേക്ക് ഞാൻ വായിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാരെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഒരു വാതിൽ തുറന്നു കിട്ടാൻ പോകുന്നു. ഈ വചനത്തിൻ്റെ ദൂത് ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഒരു വാതിൽ തുറക്കപ്പെടാതെ അടയപ്പെട്ട നിലയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവിൽ വചനദൂതായിട്ട് തരുന്നു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ചില പട്ടണത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു, ചില രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു, ചില ദേശത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് പൗലോസ് പറയുന്നു: ത്രോവാസിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്കായിട്ട് എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. നാളുകളായി ഉപവസിക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, ക്രിസ്തുവിൻ്റെ വാതിൽ ഈ ദിവസം തുറക്കപ്പെടാൻ പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതത്തിൻ്റെ, മിനിസ്ട്രിയുടെ, ശുശ്രൂഷയുടെ, പ്രവചനത്തിൻ്റെ, വ്യാഖ്യാനത്തിൻ്റെ, വെളിപ്പാടിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരു വാതിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ആ പട്ടണത്തിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു: ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല.
ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം നിഷേധിക്കാതെ ദൈവത്തിന്റെ വചനത്തെ പിടിക്കുന്ന ചില ഭവനത്തോട് പറയുകയാണ്, ഈ നാളുകളിൽ ദൈവം നിനക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാതിൽ തുറക്കപ്പെടുന്നു. അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനും ഒരു ശക്തികൾക്കും ഒരാഭിചാരത്തിനും ഒന്നും ആ അനുഗ്രഹത്തെ തടുക്കുവാൻ കഴിയില്ല. ദൈവത്താൽ തന്നെ നേരിട്ട് വരുന്ന ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ ഈ നാളുകളിൽ നീ കാണുവാൻ, നീ അനുഭവിക്കുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഒരു വാതിലാകുന്നു ആമേൻ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആമേൻ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ആമേൻ ക്രിസ്തുവിന്റെ മർമ്മങ്ങളെ ആമേൻ അത് പറയേണ്ടതിന്, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന്, അത് സംസാരിക്കേണ്ടതിന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്നു. ക്രിസ്തുവിന്റെ മർമ്മത്തെക്കുറിച്ച് ശക്തമായി പറയുവാൻ വചനത്തിന്റെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടാതെ അടയപ്പെട്ട നിലയിൽ പിശാചും പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തോട് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറ്റ് ആർക്കും കൊടുക്കാത്ത വചനത്തിന്റെ വ്യാഖ്യാനങ്ങളും വെളിപ്പാടുകളും നിന്റെ അതിരത്തിൽ കൂടെ പുറത്തുവിടുന്ന നാളുകൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽ ദൂത് പറയുകയാണ്. അവൻ അടച്ചിട്ടിരിക്കുന്ന റൂമിനകത്ത് ശുശ്രൂഷ ഒതുക്കി വെക്കുമ്പോൾ ആർക്കും കൊടുക്കാത്ത ദൈവത്തിന്റെ തേജസ്സേറിയ വ്യാഖ്യാനങ്ങളും ദൈവത്തിന്റെ മർമ്മങ്ങളും പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ. നാം കണ്ടു ആമേൻ, ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു, ആർക്കും അത് അടച്ചുകൂടാ. രണ്ടാമത് കണ്ടു ഹല്ലേലൂയ, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ അവൻ പ്രാർത്ഥിക്കണമെന്ന് കൊലോസ്യ സഭയോട് പൗലോസ് പറയുക. നാം എന്തുമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ഒരു വാതിലാകുന്നു 2 കൊരിന്തി 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ത്രോവാസിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ചില ഹൃദയത്തോട് പറയുന്നു, പട്ടണത്തിനകത്ത്, രാജ്യങ്ങൾക്കകത്ത്, ദേശത്തിനകത്ത്, വില്ലേജുകൾക്കകത്ത് ഇതാ നിനക്ക് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവൻ നടക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ ആമൻ ബന്ധിക്കപ്പെട്ടവരായിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 16-ന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വാതിലൊക്കെയും തുറന്നു. ഈ നാളുകളിൽ വാതിലൊക്കെയും തുറക്കപ്പെടാൻ പോകുന്നു. നിനക്കും എനിക്ക് മാത്രമല്ല, നമ്മോട് കൂടെയുള്ളവർക്ക് പോലും വാതിൽ തുറക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ റോമൻ താക്കോലുകളെ കൊണ്ട്, അന്നത്തെ ഗവൺമെന്റ് താക്കോലുകളെ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന കാരാഗൃഹത്തിന്റെ ഇരുമ്പ് അഴികൾ തുറക്കപ്പെടുവാനിടയായി തീർന്നു. പ്രാർത്ഥനയിൽ വാതിലൊക്കെയും തുറക്കപ്പെടും. ഹല്ലേലൂയ. ഏതൊക്കെ നിലയിൽ അടയ്ക്കപ്പെട്ട സാഹചര്യമാണെങ്കിലും പ്രാർത്ഥനയിൽ വാതിൽ ഒക്കെയും തുറക്കപ്പെടും. എണ്ണി എണ്ണി തുറക്കപ്പെടും. ഹല്ലേലൂയ. ആർക്കും ഒതുക്കുവാൻ കഴിയില്ല, ആർക്കും പിടിച്ച് അമർത്തുവാൻ കഴിയില്ല. അവൻ ആർക്കും ഒതുക്കി വെക്കാൻ കഴിയില്ല. അതുപോലെ ദൈവത്തിന്റെ മുൻപിൽ അവൻ സാഹചര്യം മറന്ന് ടൈം മാറ്റിവെച്ച് ഏത് സമയത്താണെങ്കിലും പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ ആർക്കും തുറക്കാൻ കഴിയാത്ത ഇരുമ്പഴികളെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ആമേൻ വാതിലൊക്കെയും തുറന്ന ഒരു ശക്തിയുണ്ട്. നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയേറിയ പ്രാർത്ഥനയുടെ ശക്തി ഒരായുധം പോലെ ചെന്ന് ഭവിച്ച് ചില കോട്ട കൊത്തളങ്ങളെ തകർത്ത്, ഇരുമ്പോടാമ്പലെ തകർത്ത് നിന്റെ മുമ്പിലെ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, വാതിലൊക്കെയും തുറക്കുവാൻ കോരശനോട് കൂടെ ഇരുന്നത് പോലെ ഇതാ ഈ നാളുകളിൽ നിന്നോട് കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുക 16:25 വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 16:25 കാണുന്നു, വാതിലൊക്കെയും തുറന്നു. ഈ നാളുകളിൽ ഒരു വാതിലല്ല, 2 വാതിലല്ല, അന്നത്തെ കാലത്തെ ആ കാരാഗൃഹത്തിന്റെ എത്ര അഴികളും എത്ര വാതിലുകളും ഉണ്ടോ അതൊക്കെയും തുറക്കുവാൻ തക്കവണ്ണം ആ 2 വ്യക്തിയുടെ പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ നിലകളിൽ വാതിൽ തുറക്കുമെന്ന് ഈ സമയം ചിന്തിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. യഥാർത്ഥ വാതിലാകുന്നു. ഈ ലോകത്തിന്റെ വാതിലല്ല, രക്ഷയുടെ വാതിൽ, സമാധാനത്തിന്റെ വാതിൽ, അനുഗ്രഹത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം കരുതും ഒരുപാട് സാമ്പത്തിക നന്മയാണ് അനുഗ്രഹമെന്ന്. നമുക്ക് തെറ്റിപ്പോയി. എന്നാൽ
യഥാർത്ഥ ആത്മീക അനുഗ്രഹമെന്ന് പറയുന്നത് മനസ്സമാധാനം. 2 രോഗശാന്തി. 3 ആത്മീയമായ വളർച്ച. 4 കുടുംബത്തിലെ ഐക്യം. 5 ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടോ? അതാണ് യഥാർത്ഥ ആത്മീക അനുഗ്രഹം. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യഥാർത്ഥ സമാധാനമുണ്ടോ? അതാണ് യഥാർത്ഥ അനുഗ്രഹം. നിങ്ങളുടെ ഭവനത്തിൽ ആമേൻ രോഗശാന്തിയുള്ള ഒരു ഭവനമാണ്. അതാണ് യഥാർത്ഥമായ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ അനുഗ്രഹം. ഹല്ലേലൂയ. യഥാർത്ഥമായ ആത്മീകമായ വളർച്ചയുണ്ടോ? അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. യേശുക്രിസ്തുവാകുന്ന വാതിൽ കൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ എഴുതപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ യേശുവാകുന്ന രക്ഷയുടെ വാതിൽ കൂടെ കടക്കുവാൻ ശ്രമിക്കുക. ഇതുവരെയും കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിൽ, ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതുവരെയും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ചില്ലെങ്കിൽ, സഹോദരി സഹോദര, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ശ്രമിക്കുക. സമാധാനം ദൈവം നിനക്ക്, എനിക്ക്, എല്ലാവർക്കും നൽകിത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥമായ അനുഗ്രഹം ഒരു സമാധാനമുള്ള ഭവനമാണ്. യഥാർത്ഥമായ അനുഗ്രഹം ഒരു രോഗശാന്തിയുള്ള ഭവനമാണ്. യഥാർത്ഥമായ അനുഗ്രഹം ഒരാത്മീകമായ വളർച്ചയുള്ള ആ ഭവനമാണ്. യഥാർത്ഥമായ അനുഗ്രഹം കുടുംബത്തിൻ്റെ ഐക്യതയാണ്. യഥാർത്ഥമായ അനുഗ്രഹം എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സമ്പൽ സമൃദ്ധിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നാം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യോഹന്നാൻ 10:9. ഞാൻ വാതിൽ ആകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേട്ട ചില ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വചനങ്ങളും ദൂതുകളും ഈ ദിവസങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.